എവിടെയായിരുന്നു? എത്ര നേരം നിന്നെ അന്വേഷിക്കുന്നു അറിയോ? നീ ഇന്നലെ മദ്യം വെച്ച് ബോധം കെട്ട് വീണു. നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. നീ ആദ്യം വീട്ടിലേക്ക് പോയിക്കേ. ശരി, ഓക്കെടാ. ഞാൻ വീട്ടിൽ പോയതിനു ശേഷം നിങ്ങളെ വിളിക്കാം. ശരി ശരി, ഓക്കെ, ബൈ ബൈ. Turn right. Your destination is 3 kilometers away. Turn right. Your destination is 2 kilometers away. You are driving in the wrong direction. Please turn around. ദിശ പറയേ. ആകാശ്, എനിക്ക് ഈ വഴി ഏതാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു കൺഫ്യൂസ് ആയിട്ട് നമ്മൾ റോങ് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. ലൊക്കേഷൻ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആയിട്ട് തന്നെ ഇട്ടിരിക്കുന്നേ. പിന്നെന്താ പ്രശ്നം? ഞങ്ങൾ ആ റൂട്ട് തന്നെയാ വന്നേ. പക്ഷേ റോങ് റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നേ. അതിരിക്കട്ടെ, അത് ഏത് റൂട്ടാണെങ്കിലും ഐഡിയ ഉണ്ടോ? ഇവിടെ ഫുൾ ഇരുട്ടാണ്. നിഷ, ഹലോ, എന്തു പറ്റി? എടാ, പെട്ടെന്ന് കാർ നിന്ന് പോയി, സ്റ്റാർട്ട് ആവുന്നില്ല. ആണോ? കാർ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. ഇപ്പൊ പെട്ടെന്ന് ഇതിനെന്താ പറ്റിയേ? സ്റ്റാർട്ടായോ? കാർ സ്റ്റാർട്ട് ആവുന്നില്ല. ശരി, നീ കാറിന്റെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ. ഓപ്പൺ ചെയ്തടാ. അതെ, ഒരു തവണ ഇറങ്ങിപ്പോയി നോക്കിയേ. അയ്യോ, ഭയങ്കര ഇരുട്ടാണല്ലോ. എന്നെ കൊണ്ട് ഇറങ്ങാൻ പറ്റും തോന്നില്ല. നിഷ, വേറെ വഴിയില്ല. നീ പോയി ചെക്ക് ചെയ്തേ പറ്റൂ. ശരി, ഞാൻ ഇറങ്ങി നോക്കാം. ഓപ്പൺ ചെയ്തോ? എന്തു പറ്റി? ഇതിൽ ഏതോ ഒരു വയർ ഡിസ്കണക്ട് ആയിട്ടുണ്ട്. ശരി, ആദ്യം ആ 2 വയറും ജോയിൻ ചെയ്യേ. നിഷ, എന്താ കഴിഞ്ഞോ? യാ. ഇപ്പൊ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. ട്രൈ ചെയ്തോണ്ടിരിക്കുക, പക്ഷെ വരുന്നില്ലല്ലോ. ഒന്നും കൂടി ശ്രമിച്ചു നോക്ക്. അയ്യോ, അവസാനം സ്റ്റാർട്ട് ആയടാ. ഞാൻ വീട്ടിലെത്തിയിട്ട് മെസ്സേജ് ചെയ്യാം.
എന്ത് പറ്റി മാഡം? വണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നമാണോ? ആ, പെട്ടെന്ന് കാർ നിന്നുപോയി. അതെയോ? വണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എടാ ദാസാ, ആ പറയേ. നീ മെയിൻ റോഡിൽ പോയി ആ മെക്കാനിക്കിനെ വിളിച്ചോണ്ട് വാ. ആ ശരി. ഞാൻ മാഡത്തിന്റെ കൂടെ ഇരിക്കാം, നീ പോയിട്ട് വാ. ആ ഓക്കെ. ദൈവമേ. പറയടാ. എന്താടാ ജോലി ചെയ്യാൻ തുടങ്ങിയോ? ഇന്നല്ലടാ, ഫോൺ സംസാരിക്കാൻ പോയിരിക്ക. ഡാ അവിടെ ചെന്ന് പോലീസിനോട് പറഞ്ഞാലേ നമ്മൾ പിന്നെ അകത്ത് കിടക്കേണ്ടി വരും. പെട്ടെന്ന് തീർക്ക്. 5 നിമിഷത്തിൽ പണി തീർത്തിട്ട് ഞാൻ വിളിക്കാം. എവിടെയാടി ഓടുന്നത്? നിക്കടി അവിടെ, നിക്കടാ പുറകെ. അളിയാ, അളിയാ, അളിയോ, അളിയാ. അളിയാ, അളിയാ, അളിയാ. എന്താടി ഡള്ളാണല്ലോ? ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നം വന്നു. എനിക്ക് ഉറങ്ങാൻ കിടക്കുമ്പോ പേടിയാവാ. ടെൻഷൻ ഉള്ളപ്പോ ഇത്തരം ഡ്രീംസ് കോമൺ ആണെന്ന് കരുതുന്നേ. യു ഡോണ്ട് വറി, നെക്സ്റ്റ് ടൈം വന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം.
ഡേ സൂരി, രാവിന് പ്രേതം ബാധിച്ചടാ. അങ്ങോട്ടേക്ക് ആരും പോയാക്കല്ലേ, പട്ടണത്തിന് ആരോ കാണാൻ വരുന്നു. ചേട്ടാ ചേട്ടാ ചേട്ടാ, അതാ അവിടെ. സാറേ സാറേ, അവിടെ എൻ്റെ അനിയനെ എല്ലാവരും വെട്ടിച്ച് പോവാ സാറേ. നിങ്ങളവിടെ രക്ഷിക്കാൻ സാറേ. നമുക്ക് സ്വന്തമല്ലാത്ത ശരീരത്തിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല. നീയായിട്ട് പുറത്തു വന്നാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ പറഞ്ഞുവിടും. എടാ പുല്ലേ, സാറേ വളരെ സൂക്ഷിച്ചു വേണം. എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി എടുക്കാൻ, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും. ശരി സാറേ. ഞങ്ങളുടെ നാട്ടിൽ പ്രേതം കയറിയാലേ ഓടിക്കാൻ ഞങ്ങളുണ്ട്. നീ ആരടാ? ഐ ലവ് യു. അളിയാ, ഗ്രൗണ്ടിലേക്ക് വന്നേക്ക്, മാച്ച് കളിക്കാം.
പിന്നെ നിഷിയോടും പറഞ്ഞേക്ക്. ഓക്കെ അല്ലേ? ഓക്കെ. ഹേ ഡിയർ, നമ്മുടെ സ്പോട്ടിലേക്ക് വാ. ആകാശും സിദ്ധുവും വരുന്നുണ്ട്. ബൈ, സീ യു. വാവ്, ഗുഡ് ഷോട്ട്. എടാ നോക്കി പോടാ, സൂക്ഷിക്കണം. ഒന്ന് പോന്നുണ്ടാ. ആകാശ്, ആകാശ്, സിദ്ധു, നിധി, സിദ്ധു. ആകാശ്, നിധി.
സിദ്ധു, എന്തു പറ്റി നിഷ? അവിടെ അവിടെ ആകാശ്, ഇവിടെ ഇവിടെ ആരോ. വാ, കാണിച്ചു തരാം. സോ ഇത്തരം ഡ്രീംസ് എപ്പം മുതലാ വരുന്നേ? റീസെന്റ് ആയിട്ട് ഒരാഴ്ചയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഡോക്ടർ. എനിക്ക് എന്താണ് സ്വപ്നം, എന്താണ് സത്യം എന്നുള്ള വ്യത്യാസം മനസ്സിലാവുന്നില്ല ഡോക്ടർ. ഉറങ്ങാൻ കിടക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. ഇങ്ങനത്തെ സ്വപ്നങ്ങൾ വരാണ്ടിരിക്കാൻ എനിക്ക് എന്തെങ്കിലും മെഡിസിൻസ് കൊടുക്കാൻ പറ്റുമോ പ്ലീസ്? ജനറലി ഡ്രീംസ് വരുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാ, ഒരു മനുഷ്യന്റെ പെർട്ടിക്കുലർ ക്യാരക്ടർ മൈൻഡിൽ സ്ട്രോങ് ആയി ഫീഡ് ആവുകയാണെങ്കിൽ, അവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്ത ടൈം ഓർമ്മയിലുണ്ടെങ്കിൽ, വീണ്ടും അതേ ആളുകൾ നമ്മുടെ ഡ്രീംസിൽ വരും, വന്ന് നമ്മളോട് ഇന്ററാക്ട് ചെയ്യും. ബട്ട് ആ ഇന്ററാക്ഷൻ മേ ബി ഇൻ എ നെഗറ്റീവ് വേ ഓർ ഇൻ എ പോസിറ്റീവ് വേ. പോസിറ്റീവ് ആവുമ്പോൾ നല്ല ഡ്രീംസ് എന്ന് പറയും, നെഗറ്റീവായി വന്നാൽ ബാഡ് ഡ്രീംസ് എന്നും. പക്ഷേ ആ സ്വപ്നങ്ങള് നെഗറ്റീവ് അല്ല ഡോക്ടർ. ഇറ്റ്സ് സംതിങ് ബിയോണ്ട്. എന്തോ ഞാൻ പ്രേതമായതുപോലെയും എന്റെ ഫ്രണ്ട്സൊക്കെ പ്രേതങ്ങളായിട്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലെയും ഒരുപാട് പേടിയാവുന്നു ഡോക്ടർ. പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട് ഓഫ് ദിസ്. അതിനർത്ഥം നിങ്ങളുടെ മേൽ ഏതോ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് സ്ട്രോങ് ആയി ഉണ്ടെന്നാണ്. എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഡെമനോളജിസ്റ്റ്. ഹി വിൽ കം ആൻഡ് മീറ്റ് യു.
മിസ് ചെയ്തോ? ശാലിനി, ശാലിനി, ഇവൻ ആരാന്നറിയോ? എന്റെ ബോയ് ഫ്രണ്ട്. സോ ഇവനാണോ നീ പറഞ്ഞ ഗോസ്റ്റ് ഹണ്ടർ? ഏയ്, മൈക്കിൾ, യു ഹാവ് ടു സ്റ്റോപ്പ് ഓൾ ദിസ്. ഇതെന്റെ പ്രൊഫഷനാണ്. ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ചല്ല. സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും കാരണം നിന്റെ ഹെൽത്ത് മോശമാവുക. ഐ ജസ്റ്റ് സോ യുവർ റിപ്പോർട്ട്സ്. പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. സീരിയസ്ലി, ആർ യു മാഡ്? വൈ ആർ ഡൂയിങ് ഓൾ ദിസ്? ചില കാര്യങ്ങൾ മറക്കാൻ ട്രൈ ചെയ്യണം. ഐ മൈ നീഡ് some more time. വേണമെങ്കിൽ ശാലിനിയോട് ഞാൻ സംസാരിക്കട്ടെ. മനസ്സിലായി. ഐ വിൽ ചേഞ്ച് ദ ടോപ്പിക്. നിന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് കേസ് വന്നിട്ടുണ്ട്. ഐ തിങ്ക് യു ഹാവ് ടു മീറ്റ് ഹർ. ഷീ നീഡ്സ് യുവർ ഹെൽപ്പ്. ഓക്കെ. നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ യൂസ് ടു ലവ് യു അ ലോട്ട്. ഇപ്പോൾ ഒന്നും മാറിയിട്ടില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ ഐ വിൽ സ്റ്റെപ്പ് ഇൻ ടു യുവർ ലൈഫ്. നിന്നെ നന്നായി നോക്കിക്കൊള്ളാം. നീ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഹാർട്ട് ബ്രേക്കിലാണെന്ന് എനിക്കറിയാം. ബട്ട് ഇൻ ദ എൻഡ് നിന്റെ സന്തോഷമാണ് എനിക്ക് മുഖ്യം. ഹായ് മാം, ദിസ് ഇസ് മൈക്കൽ, ഹായ്, ഡെർമിനോളജിസ്റ്റ്. പ്ലീസ് സിറ്റ്. എൻ്റെ ഫ്രണ്ട് ഒരു ഡോക്ടർ നിങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു. ഒരുപാട് സഫർ ചെയ്തുകൊണ്ടിരിക്കുക. പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട് ഓഫ് ദിസ്. തുടക്കം മുതൽ എന്താ നടന്നതെന്ന് ക്ലിയർ ആയിട്ട് പറയുക. റീസെൻ്റ് നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും മരിച്ചു പോവുകയോ ഇല്ലെങ്കിൽ മരിച്ചു പോയവരുടെ വീട്ടിൽ അറിയാതെ ടൈം സ്പെൻഡ് ചെയ്യുകയോ മറ്റോ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? നോ, അതുപോലെ ഒന്നും തന്നെ ഇല്ല. ഈ അടുത്തിടയ്ക്ക് ഞാൻ എവിടെയും പോയിട്ടുമില്ല. ജനറൽ സ്പിരിറ്റ് ആരെങ്കിലും അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് ഓൺ ലൊക്കേഷനിൽ പോയാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് നിങ്ങളുടെ പ്രോബ്ലം അതല്ല, നിങ്ങളുടെ ഡ്രീമിലാണ് പ്രോബ്ലം. അപ്പോൾ ഞാനും നിങ്ങളുടെ ഡ്രീമിൽ ട്രാവൽ ചെയ്താലേ നിങ്ങളുടെ പ്രോബ്ലത്തിന് ആൻസർ കിട്ടും. I think we have a plan for an experiment.
I see you in the late evening. See you, ma'am. ഓക്കെ. ഹായ്. ഹായ്. എന്താ പറ്റി? എന്ത് ഇത്ര ടെൻഷനില്? നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാം ഓക്കെ അല്ലേ? യാ, എവറിത്തിങ് ഇസ് ഫൈൻ. ശരി, വാ, അകത്തേക്ക് വാ. പറ, എന്താ കാര്യം? ഞങ്ങള് നിന്റെ അടുത്തൊരു കാര്യം മറച്ചു വെച്ചു. അത് എന്താന്ന് വെച്ച് ഒരു മിനിറ്റ് നിൽക്ക്. ആരാ വന്നു നോക്കട്ടെ. അയ്യോ, ശരി, നീ ഇരിക്ക്, ഞാനിപ്പോ വരാം. ശരി. ഹായ് മാഡം. ഹായ്, പ്ലീസ് കം. എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചോട്ടെ? യാ ഷുവർ, ഗോ ഹെഡ്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. ഷുവർ. നിധി, എനിക്കൊരു ചെറിയ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, ഞാൻ മറന്നുപോയി. നീ ഉറങ്ങിക്കോ, രാവിലെ സംസാരിക്കാം. പ്ലീസ് ഡി, ഗുഡ് നൈറ്റ്, ബൈ. ശരി. സോ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് എന്റെ ഡ്രീം റോളിൽ വരാൻ പോവാണോ? എങ്ങനെ? യൂറോപ്പില് ഒരു വിച്ചാൻ്റെ നിന്നാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത്. ഇത് അവിടുന്ന് കൊണ്ടുവന്ന ഹോളി എക്യുപ്മെന്റ്സ് ആണ്. അവിടെ ചില ഏരിയകളിൽ ഇല്ലീഗലായിട്ട് ബ്ലാക്ക് മാജിക്, ഡ്രീം ട്രാവലിംഗ്, സ്പിരിറ്റോളജി ട്രാൻസ്ഫർമേഷൻ ഇതുപോലെ മനുഷ്യരെ വെച്ച് ഒരുപാട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. സെയിം അതുപോലെ തന്നെ ഇന്ത്യയിലും ചില ബ്ലാക്ക് മാജിക് നടക്കുന്ന സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്തിരുന്നു. ആരെങ്കിലും മരിച്ചുപോയാൽ ആ ഫാമിലി മരിച്ചുപോയ ആളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കും. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ. അവരെന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കി മരിച്ചുപോയവരെ കണ്ടുമുട്ടാനായിട്ട് ശ്രമിച്ചു നോക്കും. ആ ആത്മാവ് എവിടെയാണോ കറങ്ങി നടക്കുന്നത് അതിനെ തേടി ഞാൻ കണ്ടുപിടിക്കും. അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ആ ഫാമിലിയോട് പറയും. ഇവരുടെ എല്ലാവരുടെ അടുത്തുനിന്നും പേഴ്സണലായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെയാണിത്.
പക്ഷെ ആദ്യമായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് നിങ്ങളെ വെച്ചാണ്. പക്ഷേ ഇതെങ്ങനെ പോസിബിൾ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. ഇതുപോലുള്ള ക്രിയകൾ നടത്തുമ്പോൾ മനുഷ്യരുമായി ബന്ധമുള്ള ചില സാധനങ്ങൾ കൊണ്ടുവന്ന് ഒരു പാവയിൽ കെട്ടും. ആ പാവയിൽ ഉണ്ടാവുന്ന പെയിൻ അതേപോലെ തന്നെ മനുഷ്യരിലും ബാധിക്കും. ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടോ? ആ, കേട്ടിട്ടുണ്ട്. സെയിം. അതെങ്ങനെയാണോ ഇതും അതുപോലെ തന്നെ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആർ യു ഓക്കെ? I'm fine, don't worry. Let's start. നിഷ, നിഷ,
സോറി. ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല. മൈക്കിൾ, പ്ലീസ് അവളോടൊന്ന് പറ. ഇതൊക്കെ വേറെ സ്വപ്നമാണെന്ന് പറ. നിധി, നിധി പ്ലീസ്. ഇത് ഡ്രീം അല്ല നിഷ. ദിസ് ഇസ് റിയൽ. എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്താ? പറയാം. ഈ ഹാൻഡ് ബാഗ് ആരുടെയാണ്? എന്റെ ഫ്രണ്ട് ഹരികയുടേത്. ഹാരിയയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനം വീട്ടിലുണ്ടോ? അവളുടെ സ്കാർഫ് ഉണ്ട്, എടുത്തിട്ട് വരായിരിക്കൂ. യാ. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ. മേഡം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് കേട്ട് ഷോക്കാവല്ലേ? ആ, പറയൂ. നിങ്ങളുടെ ഫ്രണ്ട് ഹാരിക മരിച്ചു പോയിരിക്കുന്നു. ഓ മൈ ഗോഡ്. ഒരാൾ മരിച്ചതിന് ശേഷം അവർ യൂസ് ചെയ്ത സാധനങ്ങളിൽ ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് എനർജി ഫോം ആയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവർ മരിച്ചു കഴിയുമ്പോൾ അവർ ഉപയോഗിച്ച തുണികൾ വീട്ടിലുള്ളവരല്ലാതെ വേറെ ആരും തൊടാത്തത്. അതും 1 വർഷം കഴിഞ്ഞതിന് ശേഷമേ പുറത്തെടുക്കുകയുള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളുടെ ഫ്രണ്ട് ഹാരിക പെട്ടെന്നാണ് മരിച്ചത്. റീസൺ എന്ത് വേണമെങ്കിലും ആകാം. ബട്ട് ഷീ ഈസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ് വിത്ത് യു. ഒരു കാര്യം വ്യക്തമാണ് മാഡം, നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ആ മിസ്റ്ററി നിങ്ങളുടെ ഡ്രീമിൽ നിന്ന് തന്നെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാനും നിങ്ങളുടെ ഡ്രീമിൽ വരണം. സോ ഇന്ന് രാത്രിയിൽ നമ്മൾ ആ സെയിം എക്സ്പെരിമെൻ്റ് ചെയ്യണം. തയ്യാറായിക്കോളൂ. നമുക്ക് ഈവനിങ് ആണ്. ഷുവർ. ടേക്ക് കെയർ. So, shall we start? Yeah. മിസ്റ്റർ മൈക്കിൾ, നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ മാഡം. നിങ്ങൾ ഈ പ്രൊഫഷൻ എന്തുകൊണ്ടാവും തിരഞ്ഞെടുത്തത്? മനുഷ്യരോട് വെറുപ്പമായി, പ്രയത്നോട് ഇഷ്ടമായി.
ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പം മുതലേ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ? ചെറുപ്രായത്തിലേക്കൊന്നും ഇല്ലായിരുന്നു മാഡം. ചെറിയ പ്രായത്തിൽ പ്രയത്നം പേടിയായിരുന്നു. ഒരു ദിവസം ആരും അറിയാതെ മാങ്ങ മുറിക്കാൻ വേണ്ടി മാന്തോപ്പി പോയി. അപ്പോ ഡേയ്, ഇന്നൊരു പ്രാവശ്യം നീ മോഷ്ടിക്കാൻ വന്നെങ്കിൽ ഇവിടെയുള്ള പ്രേതങ്ങളൊക്കെ നിന്നെ പിച്ചി തിന്നും. പുറത്തേക്ക് പോ. അങ്ങനെ ആ തോട്ടക്കാരൻ പറഞ്ഞപ്പോ അത് സത്യമാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റിയോടുകൂടി വീണ്ടും ഞാൻ രാത്രിയിൽ പോയി. പക്ഷെ ആ തോട്ടക്കാരൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നി. പ്രേതവും പിശാചും ഒക്കെ സത്യമാണോ ഇല്ലയോ എന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. അതേ സമയത്ത് ശാലിനി എന്നൊരു പെണ്ണെ ഞാൻ പ്രേമിച്ചിരുന്നു. എല്ലാം നന്നായിട്ട് പോവുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം പെട്ടെന്നെന്താ ഇങ്ങനൊരു തീരുമാനം? പെട്ടെന്നൊന്നുമല്ല, നിന്റെ ഈ ഫീൽഡാണ് പ്രശ്നം. പ്രേമിക്കുന്ന സമയത്തെല്ലാം ഓക്കെ ആയിരുന്നില്ലേ? ഇപ്പൊ പേരൻസ് സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ? ഓ, നിനക്കത് മനസ്സിലാവില്ല. ഏത് പാരന്റ്സ് ആയാലും ശരി, തന്റെ മകളെ ഒരു ഡോക്ടർക്കോ ആക്ടർക്കോ കല്യാണം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുക. നിന്നെ പോലെ പ്രേതത്തെയും ഭൂതത്തെയും അന്വേഷിച്ചടക്കുക എന്ന് പറഞ്ഞാൽ ആരാ സമ്മതിക്കുക? എന്റെ പ്രൊഫഷനെ പറ്റി പറയരുത്. കണ്ടില്ലേ, ഞാൻ സത്യം പറയുമ്പോഴേ നിനക്കത് ഇൻസൾട്ട് ആയിട്ടാ തോന്നുന്നേ. നമ്മുടെ ഫ്യൂച്ചർ എന്തായിരിക്കുമെന്ന് ജസ്റ്റ് ഇമാജിൻ. പ്രേമിക്കുമ്പോ ഫ്യൂച്ചറിനെ പറ്റിയൊന്നും ഓർത്തില്ലല്ലോ. കല്യാണമായപ്പോ ഫ്യൂച്ചറിനെ പറ്റി ഓർമ്മ വരുന്നു. 90s ഡയലോഗ്സ് പറയാതെ പ്രാക്ടിക്കലായിട്ട് ആലോചിക്കുക. എന്റെ പാരന്റ്സിനെ എതിർത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നീ നന്നായി ആലോചിക്കുക. ബൈ. തെറ്റുപറ്റിയത് എനിക്കാണെന്ന് ചിന്തിച്ച് ഞാനൊരു ദിവസം സോറി പറയുന്ന അവളുടെ വീട്ടിൽ പോയി. പക്ഷെ അവിടെ അന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. തെറ്റ് ചെയ്തത് ഞാനല്ല, അവളായിരുന്നു. ഞാൻ അവളെ സംശയിക്കുന്നു എന്ന് പറഞ്ഞ് കഥ അവൾ എൻ്റെ മേൽ തിരിച്ചു വിട്ടു. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോയി. ഇങ്ങനെ ചെയ്ത് ശാലിനി എന്നെ കൺഫ്യൂഷനിലാക്കി. ആ നിമിഷം മുതൽ ഞാൻ അവളെ മറക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു നോക്കി. തെറ്റ് ചെയ്തത് അവളാണെന്ന് മനസ്സിലാക്കിയിട്ടും അവളെ എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ അവളെ അത്രയധികം സ്നേഹിച്ചിരുന്നു. എത്രയൊക്കെ കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങിയാലും സ്വപ്നത്തിൽ വന്നെന്നെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. വെറുക്കാൻ പറ്റിയാൽ അവളെ മറക്കുമെന്ന് കരുതി ബോർഡില് അവളെക്കുറിച്ച് മോശമായിട്ടൊക്കെ എഴുതി. എന്നിട്ടും എന്റെ മനസ്സിൽ നിന്ന് അവൾ മാഞ്ഞില്ല. ഇതാണ് എന്റെ കഥ. ഒരു കാര്യം വ്യക്തമായി മനസ്സിലായി. സ്വപ്നത്തിൽ പ്രേതം വന്നാലും ഹാൻഡിൽ ചെയ്യാം, പ്രേമിച്ച പെണ്ണു വന്നാൽ മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല.
എന്തുപറ്റി? അത് ആരോ വരൂ. മാഡം, എന്ത് സംഭവിച്ചാലും ഉറക്കത്തിൽ നിന്ന് പേടിച്ച് എഴുന്നേക്കരുത്. എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കിയേ പറ്റൂ. വരൂ. മാഡം ഇവിടെ തന്നെ നിൽക്കേ, ഞാൻ പോയി നോക്കാം. സാർ, ആരാ നിങ്ങള്? എന്ത് പറ്റി? എന്റെ മോളെ കാണുന്നില്ല മോനെ. ഞാൻ മരിച്ചിട്ട് 4 ദിവസമായി. എന്റെ മോള് ഹാരികയെ കാണുന്നില്ല. നീ ഞങ്ങളുടെ ഹാരികയുടെ കൂട്ടുകാരിയല്ലേ? ഞങ്ങളുടെ ഹാരികയെ കാണുന്നില്ല. അവളെ എവിടെയാണെന്ന് പറയുമോളെ. അവളെ എവിടെയാണെന്ന് നിന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാലോ, പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. എന്റെ ജീവൻ പോയതിനു ശേഷം ഞാനവളെ തെരഞ്ഞോണ്ടിരിക്കുക. മോനെ, നീയെങ്കിലൊന്ന് പറയുമോനെ. പറയുമോളെ, പറയുമോളെ, പറയുമോളെ. അന്ന് നീ കൂടെ ഉണ്ടായിരുന്നില്ലേ, പക്ഷെ ആരും പറയുന്നില്ല. പറയുമോളെ, പറയുമോളെ. അയാൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്താന്ന് മനസ്സിലാവുന്നില്ല. എന്നെ കൊണ്ട് കഴിയുന്നില്ല മൈക്കിൾ. എന്റെ കണ്ണിലൊന്നും കാണുന്നില്ല. അല്ല, ഈ ഹാരിക ആരാണ്? ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, എടേ കാശിട്. ഞാൻ അപ്പഴേ പറഞ്ഞതാ, വേഗം കാശിട്.
കാശ് 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 എടുക്ക്. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ. അത് മൊത്തം അങ്ങ് താ, കറക്റ്റ് തന്നെ ആയിരിക്കും. മാഡം ബില്ല്. വെയിറ്റ് ഞാൻ പേ ചെയ്യാം. സാറില്ല, ഞാൻ കൊടുത്തോളാം. താങ്ക് യു മാഡം. ഹാരിക്ക, നെക്സ്റ്റ് വീക്ക് എൻ്റെ കോളേജ് ഫ്രണ്ട്സ് എല്ലാം ഗോവയ്ക്ക് പോകാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുക. എൻ്റെ കയ്യിലിപ്പോൾ കാശ് കുറവാണ്. നിനക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ എനിക്ക് കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? മന്ത് എൻഡ് ആണെങ്കിൽ ഞാൻ ഒപ്പിച്ചു തരാം. പ്ലീസ്. സോറി ഡി, ഒന്നും വിചാരിക്കരുത്. എൻ്റെ കയ്യിൽ ഒട്ടും കാശില്ലാത്തോണ്ടാ. ജോക്ക് പറഞ്ഞതാടി. 2 ദിവസം സമയം താ, ഞാൻ റെഡിയാക്കാം. താങ്ക് യു സോ മച്ച് ഡിയർ. ഓക്കെ ബൈ, സീ യു. ഐ സീ യു അഗെയിൻ. ഓക്കെ ബൈ. യെസ്. എന്തെങ്കിലും ആവട്ടെ, ഫ്രണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചാ കാശിന് വേണ്ടി ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യണോ? Some friendships are only to use. We can't help it. അവളുടെ കയ്യിൽ കാശുണ്ട്, അത് കാരണം തരുന്നു. ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, യൂസ് ചെയ്യുന്നു. അതിലെന്താ തെറ്റ്? നിങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇവൻ എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? ചേട്ടാ എന്താ കഴിഞ്ഞ പ്രാവശ്യത്തെ ബെറ്റിംഗ് കാശ് എവിടെ? ചേട്ടാ ഞാൻ ഒന്ന് പറയട്ടെ. കളിക്കാണോ? ഫോൺ വിളിച്ച് എടുത്തൂടെ? എത്ര പേരെ എങ്ങനെ ഇറങ്ങിയിരിക്കുന്നേ? നിങ്ങൾക്കൊന്നും ഉളിപ്പില്ലേ? ചേട്ടാ ഒരു 2 ഡേയ്സിൽ തന്നാക്ക ചേട്ടാ. 2 ദിവസത്തിൽ മൊത്തം തരണം, മനസ്സിലായോ? ചേട്ടാ ഇവന് ഡേ IPL കാരൻ ഫോൺ ചെയ്തു. പൈസ അർജന്റ് ആയിട്ട് വേണം അത്ര. 2 ദിവസത്തിൽ തരാൻ പറഞ്ഞു. അവൻ എന്നെ ഫോൺ അടിച്ച് കൊല്ലാടാ. ഇപ്പൊ എന്താടാ ചെയ്യാ? അല്ലെങ്കിൽ ഒരുപാട് പേരെടുത്ത് കാശ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ കാശ് എങ്ങനെ റെഡിയാക്കാൻ യാതൊരു പിടിയില്ല. നമ്മുടെ ആരിക്കല്ലേ, അവളുടെ അടുത്ത് എങ്ങനെയാലും സെറ്റ് ചെയ്യാ. ആ ശരി ശരി, വിളിക്കും. 1 സെക്കൻഡ്. എന്താണ് നിനക്ക് പറ്റിയേ? ആരെയും കാണാൻ വരുന്നില്ല? നിധി കോൾ ചെയ്തിരുന്നു. ഏതോ ട്രിപ്പിന് വേണ്ടി നിന്നോട് കാശ് ചോദിച്ചു എന്ന് പറഞ്ഞു. നീ കോൾ എടുത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലിരിക്കുക. വീട്ടിലെ സിറ്റുവേഷൻസ് വളരെ മോശമാണ്. ഡാഡിയുടെ ബിസിനസ് ഇപ്പോൾ ഭയങ്കര ലോസിലാണ്. എൻ്റെ ജോബിൽ നിന്ന് കിട്ടിയ കാശും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ മൊത്തം ചെലവാക്കി. അതുകൊണ്ടാണ് അവൾ കാശ് ചോദിച്ച് വിളിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കോൾ എടുക്കാതിരിക്കുന്നത്. കഴിയില്ലെങ്കിൽ ആലോചിക്കാതെ നോ എന്ന് പറഞ്ഞേക്ക്. നീ എന്തിനാ പേടിക്കുന്നേ? അവര് നിന്റെ കാശിന് വേണ്ടിയിട്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നീ കുറച്ച് വിട്ടിരിക്കുന്നതന്നെ നല്ലത്. ഹലോ. ആരിക്ക, എനിക്കൊരു ചെറിയ സഹായം വേണം. എൻ്റെ ഫ്രണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുക. ഇവിടെ വളരെ എമർജൻസിയാ. അർജന്റായിട്ട് ഏതെങ്കിലും അമൗണ്ട് ഉണ്ടെങ്കിൽ തരാൻ പറ്റുമോ പ്ലീസ്? ഇപ്പൊ ഇരിക്കുന്ന സിറ്റുവേഷനിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോറി, തെറ്റ് വിചാരിക്കരുത്. ആരിക്ക, സിറ്റുവേഷൻ വളരെ ക്രിട്ടിക്കലാണ്. അർജന്റായിട്ട് പൈസ വേണം. പ്ലീസ് എന്തേലും ഒന്ന് ചെയ്യ്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ തരില്ലായിരുന്നു. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ബൈ. ആര്? ആകാശായിരുന്നു. പൈസ വേണമെന്ന്. നിന്റെ കാശിന് വേണ്ടി യൂസ് ചെയ്യാന്ന് ഞാനിപ്പോ പറഞ്ഞില്ലേ. നീ കുറച്ച് സൂക്ഷിച്ചിരുന്നോ? ഭയങ്കര ഓവർ ആവുന്നുണ്ട് അവള്. മെസ്സേജിന് റിപ്ലൈ പോലും തരുന്നില്ല. കാശ് ചോദിച്ചാ പെട്ടെന്ന് ഇല്ലെന്ന് പറയുന്നു. ആ ശങ്കറിന്റെ ആളുകളല്ലേ IPL കാശും ചോദിച്ച് വിളിച്ചോണ്ടേയിരിക്കുകയാണ്. ഇവളോട് കാശ് വാങ്ങി കൊടുക്കാൻ വിചാരിച്ചാ ഇവള് തരുന്നുമില്ല. എല്ലാം അവളോട് ചോദിച്ചാ അവൾ എവിടുന്നാ ഇതൊക്കെ അറേഞ്ച് ചെയ്യാ? അവളുടെ പൊസിഷനെ കുറിച്ചും ഒന്ന് ആലോചിക്കണല്ലേ. നിങ്ങൾക്ക് കാശും തരാതെ എന്ത് പറയണമെന്നറിയാതെ നിങ്ങളെയൊക്കെ വിട്ട് ദൂരത്തിരിക്കുക. നിഷ, യു ഡോണ്ട് നോ. അവളുടെ കയ്യിൽ കാശുണ്ടായാലും ഇല്ലെന്നേ പറയൂ. അവള്
വേണമെന്ന് വെച്ച് നമ്മളെ ഹേർട്ട് ചെയ്യുന്നേ. നമുക്കും അവളെ അങ്ങ് അവോയ്ഡ് ചെയ്തേക്കാം. നിങ്ങളും അതെ. ഡോണ്ട് റെസ്പോണ്ട് ടു ഹർ കോൾസ്. മനസ്സിലായില്ലേ? ഓക്കെ. ഹാരിക ആകാശിനും സിദ്ധുവിനെ കോൾ ചെയ്താലും അവരത് ഇഗ്നോർ ചെയ്തു. നിന്റെ അമ്മ മരിച്ചതിന് ശേഷം എനിക്ക് നീയല്ലാതെ വേറെ ആരുമില്ല മോളെ. അങ്ങനെയുള്ളപ്പോൾ നിന്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇക്കാലത്തിലെ പിള്ളേരോട് വീട്ടുകാർ സ്നേഹത്തോടെ പെരുമാറിയ അവരെ ഒരു പുച്ഛമായിട്ടാണ് കരുതുക. ആരാന്ന് പോലും അറിയാത്ത ആൾക്കാർ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യും. അതേ സ്നേഹം വീട്ടുകാരോട് കാണിച്ച ഈ ഡിപ്രഷനൊന്നും ഉണ്ടാവില്ലല്ലോ. കാലാവസ്ഥ പോലെ മനുഷ്യരും മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ റെഡിയായിരിക്കണം. നീ പഴയതുപോലെ ഹാപ്പി ആയിരിക്കുന്നത് ഈ അച്ഛനൊന്നും കാണുന്നു. പ്ലീസ് മോളെ. സോഷ്യൽ മീഡിയയിൽ അവളെ കുറിച്ച് എന്തോ റോങ് ആയിട്ട് പോസ്റ്റ് ചെയ്തെന്ന് കേട്ടു. ഇത് കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾ എല്ലാവരുടെയും ലൈഫ് റിസ്കിലാവും. ഒരു പക്ഷെ അവൾ എന്തെങ്കിലും ചെയ്താ നിങ്ങൾ എല്ലാവരുടെയും ലൈഫ് സ്പോയിലാവും. ഇപ്പൊ എന്തിനാ അവളെ പറ്റി സംസാരിക്കുന്നത്? കുടിച്ച് സന്തോഷമായിട്ടിരിക്കും. നിഷ, ഡോണ്ട് സ്പോയിൽ ദ മൂഡ് ഹിയർ. ലെറ്റ്സ് എൻജോയ് ദ പാർട്ടി. Hi darling Harika, after a long time. എന്റെ അമ്മോ, ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നേ? ഡാ, നടക്കേണ്ടതൊക്കെ നടന്നു കഴിഞ്ഞില്ലേ? ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. അതെ, എനിക്ക് കുറച്ച് തലവേദനിക്കുന്നുണ്ട്. യു ഗൈസ് ക്യാരി ഓൺ. Okay baby, I will see you tomorrow. Good night. What are you people doing? എന്നെ പറ്റി ആവശ്യമില്ലാതെ അനാവശ്യമായ പോസ്റ്റുകളൊക്കെ എങ്ങനെ ഇടുന്നത്? എന്റെ അച്ഛൻ ഇതെല്ലാം അറിഞ്ഞ് എന്ത് വിഷമിക്കുമെന്നറിയോ? നിങ്ങളുടെ കാല് പിടിക്കാൻ ഞാൻ. പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ദിസ്. ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നില്ല എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്നോട്? സീ, നൗ യു അണ്ടർസ്റ്റുഡ്? വേണമെന്ന് വെച്ച് അവോയ്ഡ് ചെയ്താ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഹേർട്ടാവാ. ഇത് ജസ്റ്റ് സാമ്പിൾ. നിന്നെ ഇനിയും കരയിപ്പിക്കും. നോക്കിക്കോ നീ. അടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോ വീട്ടിൽ ആരും ഇല്ലായിരുന്നു.
പക്ഷേ ഹാരികയുടെ ഹാൻഡ് ബാഗും സ്കാർഫും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് വരുന്ന ഈ കോൺസിക്വൻസസ് എല്ലാം ഹാരിയയ്ക്ക് നടക്കുന്നുണ്ട്. ഐ മീൻ നിങ്ങളുടെ 3 ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിനക്കോ എവറിത്തിങ് ഈസ് ഇൻ്റർലി. ആദ്യം ഇന്നലെ ഡ്രീമിൽ അയാൾ എന്താണ് പറയാൻ ശ്രമിച്ചതെന്ന് അറിയാൻ ഇന്ന് നമ്മൾ വീണ്ടും അതേ എക്സ്പെരിമെൻ്റ് ചെയ്യണം. ബട്ട് വൺ തിങ്, എന്തായാലും ശരി, ഞാൻ അറിയാതെ നിന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകരുത്. ആ ഹാൻഡ് ബാഗും ആ സ്കാർപ്പും അത് രണ്ടും ഇവിടെ ഉണ്ടാകുന്നത് നല്ലതല്ല. ഞാനത് എവിടെയെങ്കിലും ദൂരെ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞേക്കാം. സോ ഐ സീ യു ഇൻ ദ ഈവനിങ്. ഷ്യൂർ. ടേക്ക് കെയർ. ഞാൻ സംസാരിക്കാം. ഹായ്. ഹായ്. ഇതെന്താ ഇന്ന് കോഫി കുടിക്കുന്നേ? ഡെയിലി വെള്ളം അടിച്ച് ബോറടിച്ചു, അതുകൊണ്ട് കോഫി കുടിക്കുന്നത്. ഗുഡ്. ഇന്നലെ ശാലിനി എന്നെ കാണാൻ വന്നിരുന്നു. അവള് നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നേ. എന്നെ മൈക്കിളിന്റെ അടുത്ത് കൂട്ടിയിട്ട് പോകാമോ എന്ന് ചോദിച്ചു. ചോദിച്ച അവൾക്കും നാണമില്ല, പറഞ്ഞ നിനക്കും നാണമില്ല. മൈൻഡ് യുവർ വേർഡ്സ്. നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്. രത്ന, ഐ എം സോറി. ഒന്ന് സംസാരിച്ചു നോക്ക്. യു മേ ഫീൽ ബെറ്റർ.
അവിടെയാ സാർ. ആരാടാ നീ? ഛെ, സാധാരണ സംസാരിക്കാറ് പതിവ്. പക്ഷെ നിങ്ങൾക്കൊക്കെ ആദ്യം അടിക്കാൻ അറിയുന്നല്ലേ, അതുകൊണ്ടാ ഇത്. ഞാൻ നേരിട്ട് കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്കൊരു അഡ്വൈസ് എന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്താ അത്? അതെ, നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്ന് ഹാരിക എന്നൊരു പെണ്ണെ മർഡർ ചെയ്തില്ലേ? ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. ഡേയ്, നീ എന്താടാ പറയുന്നത്? ഞങ്ങളെപ്പോ കൊന്ന? ഈ കാര്യം ഞാൻ ആദ്യം പോലീസിനോട് പറയാതെ നിങ്ങളോട് എന്തിനാ സംസാരിക്കുന്നത്? ബോസ്, ബോസ്, ഒന്ന് കേക്കൂ, പറയുന്നത് കേക്കൂ. ബ്രോ, 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 ഒന്ന് നിൽക്കൂ ബ്രോ. ഈ വിഷയം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിന്റെ ഫ്രണ്ട് നിഷ എൻ്റെ ക്ലയൻ്റാണ്. ഹാരിക ഇപ്പോൾ നിഷയുടെ ബോർഡിൽ എൻ്ററായി നിങ്ങൾ 3 പേരെയും കൊന്ന് റിവെഞ്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നു. സോ നിങ്ങൾ രണ്ടുപേരും നിഷയുടെ കൈ കൊണ്ട് ചാകാൻ പോവാ. ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണം? നിങ്ങൾ തന്നെ പറയൂ ബോസ്. നിങ്ങൾ അർജൻറ്റായിട്ട് ഇന്ന് രാത്രി നിഷയുടെ വീട്ടിൽ പോയി നിഷയെ കൊല്ലണം. വാട്ട്? നിങ്ങളുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. നിധി അറ്റാക്ക് ചെയ്ത പോലെ ഞങ്ങളെ അറ്റാക്ക് ചെയ്താ? അതിന് ചാൻസ് ഇല്ല. കാരണം ഞാൻ നിങ്ങളുടെ കയ്യിൽ പവർഫുള്ളായ ഏലസ് കിട്ടും. ഇത് കെട്ടിയിട്ട് അവളെടുത്ത് പോയാൽ മതി. ഉറപ്പായിട്ടും പ്രേതം വരില്ല. സോ ഓൾ ദി ബെസ്റ്റ്. ഐ വിൽ സീ യു അഗൈൻ. ഇവൾക്ക് നിന്നോടെന്ത് സംസാരിക്കണമെന്ന്? അവള് നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അവളുടെ നിന്ന് പറ്റിയ തെറ്റുകൾ അവള് റിയലൈസ് ചെയ്യുന്നുണ്ട്. I'm so sorry, Michael. I really want you back. I hope you people will be normal and ഒന്നാകുമെന്ന് വിശ്വസിക്കുന്നു. നീ എന്തിനെ പറ്റിയാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ മനസ്സിൽ മരിച്ചുപോയ ആളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ ഞാൻ ആരെയും കാണുന്നില്ല. I understood, Michael. ഞാൻ നിന്നെ വിഷമിപ്പിച്ചതിനൊക്കെ സോറി. ഗുഡ് ബൈ. ഇന്നലെ വരെ അവൾ നിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിലും
ഉണ്ടായിരുന്നു എന്ന് കരുതിയത്. ഇന്ന് അവൾ നിന്റെ മുന്നിലുണ്ടായിരുന്നിട്ടും കംപ്ലീറ്റായി ഇഗ്നോർ ചെയ്യുന്നു. വായ്? ലൈഫിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളത് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജയിച്ച പോലെയാണ്. അത് മനസ്സിലാക്കിയ പ്രേമിക്കുന്നവർക്ക് കാര്യങ്ങൾ വ്യക്തമാകും. ഈ നേരത്തെ പാരാ? ഹായ് നിഷ, നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ഹായ് നിഷ, എന്താ സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴും മരിച്ചിട്ടില്ല. ഫോൺ ചെയ്താ നിങ്ങൾ എന്താ എടുക്കാത്തെ? ഇവിടെ ഞാൻ എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്തോണ്ടിരിക്കാൻ നിങ്ങൾക്ക് അറിയോ? ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾ എന്തെങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ മാറുമെന്ന് ഞാൻ ചിന്തിച്ചൂടെയില്ല. ഞങ്ങൾ ആക്ച്വലി എല്ലാത്തിനും ഒരവസരം കുറിക്കാൻ വന്നതാണ്. ജസ്റ്റ് എ സെക്കൻഡ്. അവളെ കൊള്ളട്ടെ? വരട്ടെ.
മൈക്കിൾ, നിങ്ങളെന്താ എവിടെ ഇരിക്കുന്നേ? എന്റെ ഫ്രണ്ട്സൊക്കെ എവിടെ? ആകാശ്, ഈ ബോട്ടിൽ ഹാരികയുടെ സോൾ ഉണ്ട്. നിന്റെ പ്രോബ്ലം സോൾവ് ആയി. സോ എൻ്റെ ഡ്യൂട്ടി ഇപ്പോൾ തീർന്നു കഴിഞ്ഞു. നിങ്ങൾ എൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ മറക്കാതിരിക്കണമായിരുന്നു. ഗുഡ് ലക്ക്. നീ ഡീൽ ചെയ്യുന്ന കേസിനെ കുറിച്ച് ഞാൻ ന്യൂസിൽ കണ്ടിരുന്നു. ആ പെൺകുട്ടി നിഷ ആൻഡ് ഫ്രണ്ട്സ് മരിച്ചു എന്ന് കേൾക്കുന്നു. അതെ. എങ്ങനെ മരിച്ചത്? നിഷയുടെ കേസ് ടേക്കപ്പ് ചെയ്തതിനു ശേഷം എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിലായി. അതെന്തുകൊണ്ടാണ് ഫെയിലായെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ ബാറിലിരിക്കുമ്പോൾ ഹാരികയുടെ കേസ് ഡീൽ ചെയ്യുന്ന പോലീസ് എൻ്റെ അടുത്ത് വന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു.
പോലീസ് ആകാശിനെയും സിദ്ധുവിനെയും ഇൻട്രോഗേറ്റ് ചെയ്തതുപോലെ നിഷയെയും ഇൻട്രോഗേറ്റ് ചെയ്തു. ബട്ട് നിഷ എന്നോട് ആ കാര്യം പറഞ്ഞിരുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ നിഷയുടെ ഡ്രീമിലേക്ക് പോകാൻ കഴിഞ്ഞു. അതിൽ ഹാരികയുടെ ഫാദർ വന്നതും നിഷയുടെ മുഖത്ത് എന്തോ ഒരു പേടി കാണാൻ പറ്റി. അന്ന് അവളുടെ അച്ഛൻ എന്തോ പറയാൻ ശ്രമിച്ചപ്പോൾ നിഷ ആ ഡ്രീമിൽ നിന്ന് മനഃപൂർവ്വം പുറത്തു വന്നു. ഡ്രീമിൽ അങ്ങനെ നടന്നതും അവൾ എന്നോടൊന്നും പറയാതിരുന്നതും എനിക്ക് അവളിൽ നല്ല സംശയം ഉണ്ടാക്കി. അന്ന് ഹാരികയുടെ സ്കാർപ്പും ഹാൻഡ് ബാഗും ദൂരെ കൊണ്ടുപോയി കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നത് നിന്നോടൊരു കാര്യം പറയണം മോനെ. എൻ്റെ മോളെ നിഷയുടെ കൂട്ടുകാരൊക്കെ ചേർത്ത് കൊന്നു കളഞ്ഞു. ഒരു ദിവസം എൻ്റെ മോൾ ഡിപ്രഷനിലായിരുന്നു. ഹെൽത്ത് കണ്ടീഷനൊക്കെ നോർമൽ ആയതിനു ശേഷം പുറത്തേക്ക് പോവാണെന്ന് പറഞ്ഞു. പക്ഷെ എവിടേക്കാണെന്ന് പറഞ്ഞില്ല. അതിനുശേഷം എൻ്റെ മോളെ കാണാതെയായി. ഞാൻ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റും കൊടുത്തു. അവളെ തെരഞ്ഞ് അവളില്ല എന്ന വിഷമത്തില് ഞാൻ മരിച്ചു. മരിച്ചതിന് ശേഷവും എന്റെ ആത്മാവ് എന്റെ മോളെ തെരഞ്ഞുകൊണ്ടേയിരിക്കുവാണ്. ഹാരിക, ഹാരിക, മോളെ ഹാരിക, ഹാരിക. അവള് നടന്നതൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ ഹാരിയെ പറ്റി ഞാൻ നിഷയോട് ചോദിച്ചപ്പോ അവളുടെ കഥയിൽ അവൾ വളരെ നല്ലവളായിട്ട് അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വില്ലന്മാരാക്കി. ബട്ട് ആക്ച്വലി വിഷയം എന്താന്ന് വെച്ചാൽ ഇതിൽ മെയിൻ വില്ലൻ നിഷയാണ്. എന്താ പറ്റി? കാശ് കിട്ടിയോ? ഞാൻ അവളെ നന്നായിട്ട് യൂസ് ചെയ്തെന്ന് വിചാരിച്ചു. ഇൻട്രൊഡ്യൂസ് ചെയ്തേന് നിങ്ങളും അവളെ നന്നായിട്ട് യൂസ് ചെയ്തല്ലോ. പേരെന്ത് ചെയ്യാനാ? അല്ലെങ്കിലും അതുപോലത്തെ ബോറിംഗ് കാൻഡിഡേറ്റിനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ? അവളുടെ കയ്യിൽ കാശുണ്ടായിട്ടും ഇല്ലെന്നാ പറയുന്നത്. ആ ശങ്കറിന്റെ ആളുകൾ IPL കാശും ചോദിച്ച് വിളിച്ചോണ്ടേയിരിക്കുകയാണ്. എന്താ പറയുന്നേ? ഞാൻ ചോദിക്കുമ്പോൾ മണി അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തന്നില്ലേ? മേ ബി നിങ്ങൾ അവിടെ ചെയ്യാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്യാൻ തോന്നുന്നു. എന്തേ പറയുന്നേ? അവളെ തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. നമ്മളാണ് അവളെ അവോയ്ഡ് ചെയ്യുക. നിങ്ങളും കൂടെ. ഡോണ്ട് റെസ്പോണ്ട് ടു ഹർ കോൾസ്. ഓക്കെ. ഇവളെ ഇപ്പൊ ആരാ എങ്ങോട്ട് വിളിച്ചത്? എത്ര നേരം ഇവളെ കഥ കേൾക്കാൻ പോകുന്നേ? എനിക്ക് ഫുൾ ഏറിപ്പോയി. ഞാൻ പോയി ഉറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. ഹാരിക, അവളെവിടെ? അവളെവിടെ?
ഓ മൈ ഗോഡ്, എന്താ പറ്റിയേ? അവളെ വെറുതെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവൻ ഒരുപാട് ടെൻഷനായി. നിഷ, മറ്റേതൊക്കെ പിന്നെ സംസാരിക്കാം. ആദ്യം അവള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. ലെറ്റ്സ് ഗോ. വെയിറ്റ്, പോകുന്ന വഴി ചത്തുപോയാ മർഡർ കേസിൽ നമ്മൾ എല്ലാവരും ഉള്ളിൽ പോവും. ഇതെല്ലാം നടന്നത് എന്റെ വീട്ടില്. ഇപ്പൊ എന്ത് ചെയ്യാം? ഈ സീൻ ഇവിടെ തന്നെ തീർത്ത് കളയാം. അവശേഷിക്കുന്ന കുറച്ച് ജീവൻ ഇപ്പൊ തന്നെ എടുത്താലോ? നമ്മുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല. ലെറ്റ്സ് ഡു ദിസ്. നിഷ, ബോഡിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ബാക്കിയുള്ള കാര്യം നീ നോക്കിയാൽ മതി. ജീവൻ രക്ഷിക്കാൻ ബുദ്ധിമുട്ടാ. ചാൻസ് ഉണ്ടാവും, ഒരുപക്ഷെ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും റിസ്കാ. ഞാൻ പറയുന്ന കേട്ട്, ഞാൻ പറയുന്ന പോലെ ചെയ്. ഇതെല്ലാം നടന്നതിന് ശേഷം ഹാരിക നിഷയുടെ ഡ്രീമിൽ വന്ന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ ആദ്യം നിഷ പാർട്ടിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവളെ അറ്റാക്ക് ചെയ്ത രണ്ടുപേരെയും കൊന്നുകളഞ്ഞു. അവൾ വീട്ടിൽ പോയി ന്യൂട്രൽ മൈൻഡ് ഓഫ് സ്റ്റേറ്റിൽ ഉറങ്ങുമ്പോൾ അവൾ ചെയ്ത കാര്യം ഒരു സ്വപ്നമാണെന്ന് കരുതി ജീവിക്കുകയായിരുന്നു. ബട്ട് എന്റെ പ്രൊഫഷനിൽ ഞാൻ തെളിവായിരിക്കണമെന്ന് കരുതി ആകാശനും സിദ്ധുവിനും ഡ്യൂപ്ലിക്കേറ്റ് ഏലസ് കൊടുത്ത് മിസ്ഗൈഡ് ചെയ്ത് നിഷയുടെ അടുത്തേക്ക് അയച്ചു. അതുകൊണ്ട് ഹാരിക അവളുടെ റിവെഞ്ച് നിഷ മുഖേന അവസാനിപ്പിക്കുന്നത് വളരെ ഈസി ആയി തീർന്നു. നിഷയെ ഞാൻ കണ്ടുമുട്ടിയ അവസാന ദിവസം ഞാൻ പോയതിനു ശേഷം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ മറക്കരുതായിരുന്നു. ഗുഡ് ലക്ക്. തെറ്റുകൾ മാത്രം ചെയ്യുന്നവരുടെ ശിക്ഷ വളരെ വ്യത്യസ്തമായിരിക്കും. നല്ലവരെ പോലെ അഭിനയിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ശിക്ഷ വേറെ റേഞ്ചിലായിരിക്കും.
Help! 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 നമ്മൾ കുഴിച്ച കുഴി നമ്മൾ വീഴുന്ന് പറയാറില്ലേ? ഹാരിയയ്ക്ക് വേണ്ടി കുഴിച്ച കുഴിയില് അവർ 4 പേരും വീണു.